നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. സർ, സാർ ഇരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ വളരെ മോശമായ രീതിയിലാണ് വരുന്നത്. അത് വ്യാഖ്യാനിക്കപ്പെടുന്നതും അതിലും മോശമായാണ്. മാധ്യമങ്ങൾ അതിനെ മാധ്യമ സൃഷ്ടി എന്നാണോ സംശയിക്കുന്നത്, അല്ലെങ്കിൽ അത് സത്യമാണോ എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ജനങ്ങളെ കൊണ്ട് എത്തിക്കുന്ന രീതിയിലാണ് വാർത്തകൾ പോകുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അവസാന നിമിഷം വെച്ച് വാർത്താ സമ്മേളനം റദ്ദാക്കുന്നതിനുള്ള കാരണം എന്താണ്? അത് അദ്ദേഹം തന്നെ തീരുമാനിച്ചതാണോ, അതല്ലെങ്കിൽ കോൺഗ്രസ് അവരോട് ആവശ്യപ്പെടുന്നതാണോ? അതല്ല, ഇത്തരം വിഷയങ്ങൾ രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു വരുന്നത് ഇതാദ്യമായിട്ടല്ല. ഇത്തരം വിഷയങ്ങളോടൊക്കെ കോൺഗ്രസിന് വളരെ കൃത്യമായ ഒരു നിലപാടുണ്ട്. ആ നിലപാട് അത് കോൺഗ്രസ്സുകാരനായി എന്നതുകൊണ്ട് ആ നിലപാട് മാറുന്ന പ്രശ്നമില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്ത് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉയർന്നു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത്. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തില് ഒരു മാതൃകാപരമായ നിലപാടായിരിക്കും കൈക്കൊള്ളുക. അല്ലാതെ നമ്മുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ വഴികേടുകളിലേക്ക് പോകുമ്പോൾ അവരെ എന്ത് വില കൊടുത്ത് ന്യായീകരിക്കുകയും വെളുപ്പിച്ചെടുക്കുകയും അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ വ്യക്തിപരമായി ഉന്നമിടുകയും സ്വഭാവഹത്യ ചെയ്യുകയും ചെയ്യുക എന്നൊക്കെ മട്ടിൽ നമ്മുടെ പൊളിറ്റിക്സിൽ CPM-ഉം BJP ഒക്കെ പുലർത്തി പോരുന്നൊരു രീതി കോൺഗ്രസിന്റെ പക്ഷത്തു നിന്ന് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഉറപ്പു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇത് ഇപ്പം സാർ പറഞ്ഞതിൽ ആരോപണം മാത്രമാണ്, ആ ഒരു വീക്ഷണം തന്നെയാണ് എനിക്കുള്ളത്. ഇപ്പോഴും നിലവിൽ ഇതൊരു ആരോപണമായി നിലനിൽക്കുന്നു. ഇത് സത്യമെന്ന് തിരിച്ചറിഞ്ഞാൽ രാഹുൽ MLA സ്ഥാനം രാജിവെക്കുമോ? അല്ല, ഇത് ആരോപണം, ഇത് സത്യമായി തിരിച്ചറിയുക, ഇതൊക്കെ ഒരു രാഷ്ട്രീയ രംഗത്ത് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യത്തിന് വലിയൊരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. കാരണം ഇതാരും പരാതിയായിട്ട് വന്നിട്ടില്ല. പരാതി കൊടുത്തിട്ട് പോലീസിന്റെ അന്വേഷണമൊന്നും നടക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് അത്തരത്തിലൊക്കെയുള്ളൊരു പശ്ചാത്തലം ഈ വിഷയത്തിൽ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും രാഷ്ട്രീയ രംഗം എന്ന് പറഞ്ഞാല് അതിവിടെ ഞാൻ ഓർക്കുന്നു 1977 നിയമസഭയില് വന്നൊരു ചോദ്യത്തിന് ഡിപ്പാർട്ട്മെന്റ് എഴുതി കൊടുത്ത മറുപടി വായിച്ച കരുണാകരൻ തെറ്റുകാരനാണ് എന്ന മട്ടിൽ സുബ്രഹ്മണ്യം പോറ്റി എന്ന ജസ്റ്റിസ് ഒരു നിരീക്ഷണം ഹൈക്കോടതിയിൽ നിന്ന് നടത്തിയപ്പോഴാണ് 100-ലധികം സീറ്റുമായിട്ട് വന്ന് മുഖ്യമന്ത്രിയായി ഒരു മാസത്തിനുള്ളിൽ കരുണാകരൻ രാജിവെച്ചത്. MP ഗംഗാധരന്റെ മകളുടെ വിവാഹം നിശ്ചയിച്ച സമയത്ത് 18 വയസ്സ് പൂർത്തിയായില്ല എന്നൊരു ആരോപണം മുൻനിർത്തിയാണ് അദ്ദേഹം രാജിവെച്ചു പോയത്. അപ്പൊ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് വലിയ ഒരു ധാർമ്മിക ശുദ്ധിയും ഒരു നൈതികതയും സദാചാര ബോധവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മാതൃകാപരമായ ഒരു ഇടമാണ്. അതിന് സിനിമാ മേഖലയോ സാഹിത്യ സാംസ്കാരിക മേഖലകളെയോ ഒക്കെ പോലെ അതിന് ഒരു എക്സ്ക്യൂസുകളില്ലാത്തൊരു രംഗമാണ് രാഷ്ട്രീയം. രാഷ്ട്രീയ വിശുദ്ധി എല്ലാ കാലത്തും തങ്ങളുടെ ട്രേഡ് മാർക്കായിട്ട് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച് പോന്നിട്ടുള്ളതാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി അരിയല്ലൂരിൽ റെയിൽവേ അപകടം നടന്നപ്പോൾ രാജിവെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു പശ്ചാത്തലവും പൈതൃകമുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പൊ കോൺഗ്രസ് തീർച്ചയായിട്ടും ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ മാതൃകാപരമായ നടപടികൾ കൈക്കൊള്ളും. അത് എന്ത് നടപടി കൈക്കൊള്ളും എന്ന് പറയാൻ എനിക്ക് ആധികാരികതയില്ല. പക്ഷെ ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ എന്റെ പാർട്ടി ബോധം എന്നെ കൊണ്ട് പറയാൻ അനുവദിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടി ഇതിനകത്ത് ഒരു എക്സ്ക്യൂസുകളൊന്നുമില്ല. ഇത് വളരെ കൃത്യമായ ചുവടുകൾ ഇതിനകത്തുണ്ടാവും. അതിന്റെ ആദ്യ ചുവടുകൾ കോൺഗ്രസ് വെച്ച് കഴിഞ്ഞു. അതെ, അതാണോ ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുന്നത് ആദ്യപടി? അത് ഇന്ന് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായിട്ട് പത്രക്കാരോട് പറഞ്ഞല്ലോ. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ പാർട്ടിയുടെ മുമ്പിലാണ്, പാർട്ടി ആലോചിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനകത്ത് യുക്തമായ നടപടികളും ഉണ്ടാവും, യുക്തമായ നിലപാടും തീരുമാനങ്ങളും ഉണ്ടാവും എന്ന് അദ്ദേഹം ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ വരുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥയെ കുറിച്ച് നമുക്കറിയില്ല. അത് സത്യമാണ് എങ്കിൽ, അതിനകത്ത് കഴമ്പുണ്ട് എങ്കിൽ ഇത്തരം ആളുകൾക്ക് രാഷ്ട്രീയ രംഗത്ത് മുന്നോട്ട് പോകാനുള്ള ധാർമ്മിക അർഹത ഇല്ല എന്നുള്ളത് തന്നെയാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്റെ ഒരു വിശ്വാസവും എന്റെ അഭിപ്രായവും. ഇപ്പോ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് TN പ്രതാപൻ മാധ്യമങ്ങളെ കണ്ട സമയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണോ എന്നറിയാൻ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നു. അത് ഇപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് ഒരു ക്രിസ്റ്റൽ ക്ലിയർ അല്ലാത്ത ഒരാളാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നതിൽ ശരിയുണ്ടോ? അതായത് ഒരു ആരോപണം നിലനിൽക്കെ രാഹുലിന് നേരെ വരുന്ന ഈ സൈബർ ആക്രമണങ്ങൾ മറ്റുള്ളതിനെയൊക്കെ എങ്ങനെയാ നോക്കി കാണുന്നത്? അല്ല, ഇതിനകത്ത്
ഞാൻ ടി.എൻ. പ്രതാപൻ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പില്ല. രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകള് അതിനകത്ത് ഒരു മാതൃകാപരമായിരിക്കണം. കാരണം ഇതൊരു നമ്മുടെ ഒരു നാടിന്റെയും രാജ്യത്തിന്റെയും മുന്നോട്ടുള്ള പോക്കുമായി ബന്ധപ്പെട്ട ഒന്നാണ് രാഷ്ട്രീയക്കാരന്റെ മൂല്യബോധം എന്നുള്ളത്. അതൊക്കെ കാറ്റിൽ പറത്തുന്ന പാർട്ടികളാണ് ഇന്ന് കേരളവും ഇന്ത്യയൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ചൂണ്ടിക്കാണിച്ച് അവരെങ്ങനെയാണല്ലോ എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്ക്യൂസ് അല്ല. ഇതിന്റേതായ ചില രീതിയും ശൈലിയും നടപ്പ് ശാസ്ത്രവും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് കൃത്യമായിരിക്കും. പിന്നെ ഇതിനകത്തൊരു പാർട്ടി നേതൃത്വം ഇതിനകത്തൊരു കൃത്യമായ നടപടി കൈക്കൊള്ളും, അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും. അപ്പൊ അത് എന്താണ് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ എന്നോട് എങ്ങനെ ചോദിച്ചാലും എന്നെ സംബന്ധിച്ചിടത്തോളം പറയാൻ എനിക്കത് കഴിയില്ലല്ലോ. കാരണം ഇന്ന നടപടി കൈക്കൊള്ളും എന്ന് പറയണമെങ്കിൽ എന്നെ പാർട്ടി അങ്ങനെ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടില്ല. ഞാൻ അത്തരം ഒരു ആധികാരിക ശബ്ദത്തിനുടമയും അല്ല. അപ്പൊ അതൊക്കെ നിങ്ങള് ആ സ്റ്റേച്ചറിലുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് നല്ലത്. പക്ഷെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്റെ ഒരു അഭിപ്രായമാണ്, ഇത്തരം കാര്യങ്ങളിൽ സത്യത്തിന്റെ അംശമുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും രാഷ്ട്രീയ രംഗത്ത് തുടരാനുള്ള അർഹതയില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അത് ഒരു നിലക്കും വച്ചുപുറപ്പിക്കാവുന്നതല്ല. സർ, ഈ വാർത്തകളൊക്കെ മുന്നോട്ട് വരുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. അതായത് ഒരു വോയിസ് ക്ലിപ്പ് ആയാലും സ്ക്രീൻഷോട്ടുകൾ ആയാലും ഒരു മാധ്യമത്തിലൂടെ പുറത്തു വരുന്നു. ഇത് ഒരു പാർട്ടി ഇടതുപക്ഷം, ഇപ്പൊ കത്ത് വിവാദം നിലനിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെയുള്ള ഈ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. ഇത് കത്ത് വിവാദം മറയ്ക്കാനാണ് എന്നുള്ള തോന്നലുണ്ടോ? അല്ല, ഇത് ഞാനിപ്പോ നിങ്ങളിത് പറയുമ്പോൾ ഞാനിങ്ങനെ ഓർത്തുവാണ്. ഇപ്പൊ ഇന്നത്തെ മന്ത്രിയായ വീണ ജോർജിന് മുമ്പാകെ നമ്മുടെ സിനിമ പഴയകാല നായികയായ സരിത നൽകുന്ന ഒരു അഭിമുഖം ഞാൻ കണ്ടിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ. അതുപോലെ തന്നെ സരിത പത്രക്കാരോട് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ മറ്റു ചില ആളുകളും സരിതയുടെ ഭർത്താവായ മുകേഷിനെ കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുമാത്രം നമുക്ക് അവിശ്വസനീയമായ ആരോപണങ്ങളാണ്. സ്വന്തം ഭാര്യയാണ് ഭർത്താവിനെ കുറിച്ച് അങ്ങനെ പറയുന്നത്. അത്തരമൊരാള് ഇന്ന് തുടർച്ചയായിട്ട് CPM-ന്റെ MLA ആണ്. അതുപോലെ അദ്ദേഹത്തിനെതിരെ വലിയ ഒരു വെളിപ്പെടുത്തലും കേസും ഒക്കെ വന്നിട്ടും അദ്ദേഹം MLA ആയിട്ട് തുടരുന്നു. അതുപോലെ സ്വപ്ന സുരേഷ് CPM-ന്റെ വിവിധങ്ങളായ നേതാക്കളെ കുറിച്ച്, കടകംപള്ളി, ശ്രീരാമകൃഷ്ണൻ, തോമസ് ഐസക്, ഇവരെ കുറിച്ചൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും മുൻ ഷൊർണൂർ MLA ഒക്കെ ആയിട്ടുള്ള ആളുകളെ കുറിച്ച്, ഒരേ പേരുകാരാണ് അവർ, ശശി, ഇവരെ കുറിച്ചൊക്കെ വന്ന ആരോപണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ CPM എടുക്കുന്ന ഒരു നിലപാടുണ്ട്. അത്തരമൊരു നിലപാട് ഏതായാലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ അന്തസ്സും അവരുടെ മാന്യതയും ഉയർത്തിപ്പിടിക്കുകയും അവരുടെ അത്തരം കാര്യങ്ങളിൽ അവരുടെ ഒരു പരിവേഷത്തിന് വിരുദ്ധമായ ചെയ്തികൾ ഉണ്ടാവുകയും ചെയ്താൽ അതിനകത്ത് പിന്നെ ഒരു കോംപ്രമൈസ് ഒന്നുമില്ല. അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കോൺഗ്രസ് സ്വീകരിക്കും. അതാണ് കോൺഗ്രസിന്റെ രീതി. പക്ഷെ CPM ആയാലും BJP ആയാലും ഇത് നമ്മൾ ഈ പത്രക്കാരുടെ ഇടയിലൊക്കെ പല രാഷ്ട്രീയ നേതാക്കളും അവരുടെ പ്രസ് മീറ്റിലൂടെ പറഞ്ഞ കാര്യങ്ങളാണ്. യെഡിയൂരപ്പയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന മുൻ MP-യുടെ കാര്യമുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവിടെയൊക്കെ ഈ പാർട്ടികളൊക്കെ സ്വീകരിച്ചതുപോലെയുള്ള ഒരു ഉരുണ്ടുമറിയലുകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം.